കൂടുതൽ ആശമാർ ഡ്യൂട്ടിക്കെത്തി എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അവകാശപ്പെടുന്നത്. 525 ആശമാർ സമരത്തിൽ നിന്ന് പിന്മാറി തിരികെ റിപ്പോർട്ട് ചെയ്തു എന്നും പറയുന്നു. 5% പേർ മാത്രമാണ് ഡ്യൂട്ടിക്ക് എത്താത്തത് എന്നാണ് NHM ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഈ കണക്കുകൾ, അതിൻ്റെ ആധികാരികത, അതിൻ്റെ ഉറവിടമൊക്കെ NHM തന്നെയാണ് പറയേണ്ടത്. എന്താണ് അക്കാര്യത്തിൽ അവർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്? NHM ഇന്ന് പുറത്തുവിട്ട കണക്ക് പ്രകാരം പുതുതായി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാകാത്ത 525 ആശമാർ കൂടി ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് അവർ ഡ്യൂട്ടിക്ക് ഹാജരായി എന്നാണ് NHMൻ്റെ ഏറ്റവും പുതിയ കണക്ക്. അതായത് ഇത് ഓൺലൈനാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് അവർക്ക് വിവിധ ജോലികളുണ്ട്. അത്തരത്തിൽ വിവിധ ജോലികൾ ചെയ്യാൻ ലോഗിൻ ചെയ്യാത്തവർ 1750ഓളം ഉണ്ട് എന്നാണ് കഴിഞ്ഞ മെനിങ്ങാന്ന് വരെ ഉണ്ടായിരുന്ന കണക്ക്. അത് മാറി 525 പേർ കൂടി ജോലിക്ക് എത്തി എന്നാണ് NHMൻ്റെ പുതിയ കണക്ക്. അത് പ്രകാരമാണെങ്കിൽ ഇനി 5% ആശമാർ മാത്രമേ ജോലിക്ക് എത്താതെ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് NHMൻ്റെ അവകാശവാദം. എന്തായാലും ഈ സമരത്തെ നേരിടാൻ കൃത്യമായ പദ്ധതിയുമായി NHM നേരത്തെ തന്നെ മുന്നോട്ട് പോയിരുന്നു. അതിൽ ആദ്യഘട്ടമാണ് ഇത്തരത്തിൽ ഡ്യൂട്ടിക്ക് എത്താത്ത സാഹചര്യങ്ങളിൽ ബദൽ ക്രമീകരണം ഒരുക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ്. അതിനുശേഷം ഇന്നലെ മറ്റൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിച്ചുകൊണ്ട് ഇമ്മ്യൂണൈസേഷൻ അടക്കമുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം. അവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി 11,70,000 രൂപയും അനുവദിച്ചിരുന്നു. ഈ ഉത്തരവ് കൂടി വന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ആശമാർ ജോലിക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 525 പേർ ഇന്ന് പുതുതായി ഈ ആപ്പിൽ ലോഗിൻ ചെയ്തു എന്നാണ് NHMൻ്റെ അവകാശവാദം. വിജയകുമാർ. യെസ്, 5% പേർ മാത്രമാണ് ഇനി ഡ്യൂട്ടിക്ക് എത്താൻ ബാക്കിയുള്ളത് എന്നാണ് NHM അറിയിക്കുന്നത്. അപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന 525 പേർ, അതായത് ഈ ദിവസങ്ങളിൽ സമരത്തിൽ പങ്കെടുത്ത 525 പേർ തിരികെ എത്തി എന്നും NHM അവകാശപ്പെടുന്നുണ്ട്. അക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് തന്നെ പ്രതികരിക്കട്ടെ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.